തുറന്ന മനസ്സോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്കിന്ന് 15-ാം തീയതി ഹു ഈസ് യുവർ നമ്പർ 1 എനിമി, നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇലക്ഷൻ നടന്ന സമയത്ത് രാഷ്ട്രീയ കഴിച്ചിൽ അവർ എതിർ പാർട്ടിക്കാരെ ചൂണ്ടിക്കാണിച്ചു തരും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ മുഖ്യശത്രു നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരാണെന്ന് ചോദിച്ചാൽ അവിടെയും ഉണ്ടാവും ചില മുഖ്യശത്രുക്കൾ. നമ്മുടെ പ്രൊമോഷൻ തടയുന്നവരും നമ്മുടെ സൽപ്പേരുകളൊക്കെ കുറെ പേര് അവിടെ ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട്. സോ ഹു ഈസ് യുവർ നമ്പർ 1 എനിമി? എനിമി ഉദ്ദേശിക്കുന്നത് ഹാംഫുൾ ഓർ ഡെഡ്ലി. നമ്മുടെ ഒരു മുഖ്യശത്രു പുറമെ ആരും അല്ല, അതൊരു 3 ലെറ്റേഴ്സ് ഉള്ളൊരു വാക്കാ. EGO, ഈഗോ. ഈഗോ, ഞാനെന്ന ഭാവം. അപ്പോൾ ഞാനെന്ന ഭാവം ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു, അല്ലാതെ പുറമേയുള്ള ഏതോ ഒരാളല്ല എന്ന് തിരിച്ചറിയുകയാണ്. ഈ ഈഗോ നമുക്കതിന് വേണമെങ്കിൽ വിളിക്കാം സുപ്പീരിയോറിറ്റി എന്ന് വേണമെങ്കിൽ വിളിക്കാം. EGO, സുപ്പീരിയോറിറ്റി. ഞാനങ്ങ് ഉയർന്നു പൊന്തി നിൽക്കുകയാ. എനിക്ക് എന്റേതായ ഇൻവേർട്ടർ കോമയ്ക്കകത്ത് കുറച്ച് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ പലതാണ്. ഒന്നെന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ പുരാതന കുടുംബമാ. ഈഗോ. ഞാൻ ഇന്നലെ മിനിയാന്നോ മുളച്ചു പൊന്തിയൊരു കുടുംബമല്ല, പുരാതന കുടുംബം. ചില പരസ്യങ്ങളൊക്കെ വരാറുണ്ട്, കല്യാണ പരസ്യം. പുരാതന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് കല്യാണ ആലോചന നടത്തുകയാണ്. അപ്പൊ പുരാതനം. പിന്നെ പേഴ്സണാലിറ്റി, എന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ അല്ലേ. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും പഠിക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ ആരും പഠിക്കാത്ത കോഴ്സൊക്കെ പഠിച്ചയാളാ. ജോബ്, കരിയർ, സ്പെഷ്യൽ ജോബാ എന്റേത്. പൊസിഷൻ, അവിടെയാണെങ്കിൽ എന്റെ പൊസിഷൻ, ഡെസിഗ്നേഷൻ ഒക്കെ ടോപ്പ് ഡെസിഗ്നേഷനാ. മതം എന്ന് പറഞ്ഞ പിന്നെ പറയുകയും വേണ്ട, ദൈവം നേരിട്ട് സൃഷ്ടിച്ച മതത്തിലെ മെമ്പറാ ഞാൻ. രാഷ്ട്രീയം, പുരാതന രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് സുപ്പീരിയോറിറ്റി, ഹൈറ്റ് വളരെ കൂടുതലാ. ഈഗോ. ഈഗോ, ഞാനെന്ന ഭാവം ഉണ്ടോന്ന് പരിശോധിച്ചോണേ. ഓരോന്നോരോന്ന് കേൾക്കുമ്പോഴും സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഐ ആം ഓക്കെ, ഞാൻ ഓക്കെ, ഓൺലി ഐ ആം ഓക്കെ എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുക. ഐ ആം ഓക്കെ നല്ല കാര്യം തന്നെ. അത് രാവിലെ ഉണരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ഫീലിംഗുമാണ് ഐ ആം ഓക്കെ. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു ഓൺലിയും കൂടി ചേർത്താൽ അത് പ്രശ്നമാണ്. ഞാനാണ് ഈ കുടുംബത്തിൽ, ഈ നാട്ടിൽ, ഈ സ്ഥാപനത്തിൽ ഓൺലി ഓക്കെ. പ്രശ്നമൊക്കെ അവിടെ തുടങ്ങും. ശരിക്കു പറഞ്ഞാൽ നമ്മൾ വീട്ടിലും നാട്ടിലും സ്ഥാപനങ്ങളിലും രാജ്യത്തും ലോകരാജ്യങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മൂല കാരണം ഇത് തന്നെയാണ്. നമ്മുടെ മൈൻഡ് പ്ലസ് ഗ്രൂപ്പിൽ നിയമപരിപാലന രംഗത്തുള്ള ഒത്തിരി പേരുണ്ട്. കോടതിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് പ്രവർത്തിക്കുന്നവരുണ്ട്. അവിടെ കോടതിയിൽ വരുന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഡെയിലി അവർ അനുഭവിക്കുന്നതാണ് എന്തെന്ന്, ഈ ഈഗോ, ഓൺലി ഐ ആം ഓക്കെ. എന്നിട്ട് തല്ലും പിടിയും കൂടിയിട്ട് കോടതിയിൽ കേസിൽ എത്തിപ്പെടുകയാണ് അല്ലേ. ആര് പറഞ്ഞാലും അനുസരിക്കൂല, കാരണം ഐ ആം ഓക്കെ. ഇവിടെ ചില പ്രത്യേകതകളെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത, ദേ നോ ടു ഫീഡ്ബാക്ക്. ആര് പറഞ്ഞാലും അനുസരിക്കൂല, ഫീഡ്ബാക്ക് ഏറ്റെടുക്കൂല. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് പറഞ്ഞു തരുന്നില്ല. താൻ ആരോടോ എന്നോട് പറയാൻ, ഞാൻ ആരാണെന്ന് തനിക്കറിയോ? തീർന്നു അവിടെ. ഫീഡ്ബാക്ക് എടുക്കൂല. അപ്പോൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇവരുടെ സ്ഥിരം ഫീലിംഗ് ഇതാ, ഞാൻ ഓക്കെ എന്ന് മാത്രമല്ല യു ആർ നോട്ട് ഓക്കെ. നിരന്തരം മറ്റുള്ളവരെ കൊച്ചാക്കുക, ഞാൻ ഓക്കെയാണ് എന്ന് നിരന്തരം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടുമിരിക്കുക, ചെയ്തികളിൽ കൂടി ഫീല് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്കിതൊക്കെ ഉണ്ടോയെന്ന് തുറന്ന മനസ്സോടെ ആത്മപരിശോധന നടത്തുക. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതിനൊരു ജിറാഫ് ഫീലിംഗ് എന്ന് വേണം പറയാൻ. ജിറാഫിന്റെ ആറ്റിറ്റ്യൂഡാണ്. ജിറാഫ് വനത്തിൽ ഐ ആം ഓക്കെ, കാരണം ഏറ്റവും ഹൈറ്റുള്ള ജീവി ഞാനാ. അത് കാരണം ഞാൻ ഓക്കെയാ. ഹൈറ്റ് കൂടി എന്ന കാരണം കൊണ്ട് ഞാൻ ഏറ്റവും മിടുക്കിയായിരിക്കണം നിർബന്ധമില്ല. ഈ ഹൈറ്റ് ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ടാകാം. ജിറാഫിന് കുഞ്ഞു ജീവികളോട് പുച്ഛമാ. നിലത്ത് നിങ്ങൾക്കൊരു ആരെ കാണാം? ഒരു മുയലിനെ കാണാം അല്ലേ. മുയലിനോടൊക്കെ പുച്ഛമാ. കാരണം നീ ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യം. ജീവിക്കുകയാണെങ്കിൽ എന്നെ പോലെ നീണ്ട കാല്, നീണ്ട കഴുത്ത്, തല ഉയർത്തി നിന്നാൽ ഒരു മരത്തിന്റെ മുകളിലെത്തും. ബിലിറ്റിൽ മറ്റുള്ളവരെ പുച്ഛിക്കുക. നിന്റെ ജാതി, നിന്റെ മതം, നിന്റെ ജോലി, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത, നിന്റെ പലതും
ഒന്നും എന്റെ സ്റ്റാൻഡേർഡിന് ഒപ്പം ഒരിക്കലും വരില്ല. നീ ഒന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ തോന്നലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഈഗോ അകത്ത് കയറിയിട്ടുണ്ട്. ഡേഞ്ചറസ് സാധന, അപകടകാരിയ, നശിപ്പിച്ചു കളയും. ഇതെന്തിനു തുല്യമാ? എ ഡ്രോപ്പ് ഓഫ് ലെമൺ ഇൻ എ പോട്ട് ഓഫ് മിൽക്ക്. ഒരു തുള്ളി നാരങ്ങാനീര് എന്തിൽ പിഴിഞ്ഞൊഴിച്ചതിന് തുല്യമാ? നല്ല ശുദ്ധമായ പാലിൽ പിഴിഞ്ഞൊഴിക്കുന്ന നാരങ്ങാനീരാണ് ഈഗോ. അത് എല്ലാവിധ സദ്ഗുണങ്ങളെയും നശിപ്പിച്ചു തരും. നാരങ്ങ നീരൊഴിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ അത് പാലല്ലാതായി തീരും. അപ്പോൾ ഈഗോ ഉള്ള വ്യക്തിയുടെ സകല സദ്ഗുണങ്ങളും നശിച്ചു പോകും. ഈഗോ ഒരു തുള്ളി വീണാൽ മാത്രം മതി. ആത്മപരിശോധന നടത്തിക്കൊണ്ടേ ഇരിക്കാം. ഈഗോ കൂടുതലുള്ള ആളുകൾ ഡസൻ നീഡ് അതേഴ്സ്. എനിക്ക് നിങ്ങളെ ആരെയും ആവശ്യമില്ല. കാരണം എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല പണമുണ്ട്, സ്വാധീനമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. ഐ ഡോണ്ട് നീഡ് യു. ഈഗോ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എ 3-letter word which can destroy a big 12-letter word called relationship. EGO 3 ലെറ്റേഴ്സേ ഉള്ളൂ. റിലേഷൻഷിപ്പ് 12 ലെറ്റേഴ്സ് ഉണ്ട്. പ്രശ്നമല്ല. ഈഗോ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കും. അത്രയ്ക്ക് ശക്തിയാ. ഈഗോ കൊണ്ട് നടക്കുന്നവർ നിരന്തരം നോ പറയും ടു റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ ആവശ്യമില്ല. ഈ കപ്പിൾസ് ഒക്കെ പരാതികളുമായിട്ട് പോലീസ് സ്റ്റേഷൻ കോടതിയിലും ചെല്ലുമ്പോൾ ചെറിയ കാര്യമാണെന്ന് മീഡിയേറ്റേഴ്സിന് അറിയാം. ചെറിയ കാര്യമുള്ളൂ. പക്ഷെ ഈഗോ സമ്മതിക്കില്ല. അടി, ബഹളം. അതിന് കൂടത്തിൽ 2 വീട്ടുകാരുടെ പേരൻസിനും കൂടി ഈഗോ ഉള്ളവരാണെങ്കിലോ പിന്നെ പറയാൻ വേണ്ട. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് അവർ നീങ്ങും. EGO അത്രയ്ക്ക് മാത്രം ഡേഞ്ചറസ് ആണ് ഈഗോ. നോ ടു റിലേഷൻഷിപ്പ്. വേണ്ട. നമുക്ക് അടിച്ചു പിരിയാം അല്ലേ? ക്യാരി ദ വെയിറ്റ് അലോൺ. ഈഗോ ഉള്ള ആളുകൾ വെയിറ്റ്, ജീവിതഭാരം തനിയെ വലിച്ചു കയറ്റിക്കൊള്ളണേ. കാരണം എന്താണെന്നറിയോ? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഈഗോ ഉള്ള ആളുകളെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല. കാരണം ഒന്ന്, ഇവര് ഹെൽപ്പ് സ്വീകരിക്കും. 2, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഇവർക്കുണ്ടാകുമ്പോൾ ഇവർ ബ്ലെയിം ചെയ്യുന്നത് മറ്റുള്ളവരെ ആയിരിക്കുകയും ചെയ്യും. അത് കാരണം തന്നെ ഈഗോ ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ആരും മുന്നോട്ടേക്ക് വരില്ല. ഇറ്റ്സ് എ ഹെവി വെയിറ്റ്, കാണ്ട് ഗോ മച്ച്. ഈഗോ ഉള്ള ആളുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകില്ല. കാരണം അത് കാലിലൊരു ഹെവി വെയിറ്റ് ആയിട്ടിരിക്കും. കരിയറിൽ, പൊസിഷൻ, ബിസിനസ്, ഫാമിലി, ഇവർ കുറെയൊക്കെ മുന്നോട്ടേക്ക് പോകും. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകില്ല. നമുക്കൊക്കെ അനുഭവങ്ങൾ ഉള്ളതല്ലേ? എന്നെ കേൾക്കുന്ന ഒത്തിരി പേർ വർഷങ്ങളോളം പല പൊസിഷൻസിൽ കരിയറിൽ വർക്ക് ചെയ്തവരൊക്കെയാണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം. അവരൊക്കെ എവിടെ എത്തേണ്ടവരാ അല്ലേ? ഈ ഈഗോ മൂത്തുപോയത് കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഓഫ്കോഴ്സ് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കയറുന്നവരുണ്ട്. പക്ഷെ അവരൊന്ന് സക്സസ്ഫുൾ ആയിരിക്കുന്ന പ്രൊഫഷണൽസ് ഒരിക്കലും ആയിരിക്കുകയില്ല. അപ്പോൾ അത് നമ്മളെ വലിച്ചു താഴെയിടും. താഴെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. വലിച്ചു താഴെയിട്ടത് അവരുടെ തന്നെ ഈഗോയാ. അവർ വലിച്ചു താഴെയിടുമ്പോൾ ആളുകൾ കൈകൊട്ടി ചിരിക്കും. ഇതാണ് മറ്റൊരു പ്രത്യേകത അല്ലേ? അവർ പറയും ഇത് പണ്ടേ സംഭവിക്കേണ്ടതായിരുന്നു. അപ്പോൾ തിരിച്ചറിവുണ്ടാകട്ടെ. ഈഗോ ഈസ് നമ്പർ 1 എനിമി. ശത്രുവാണ്. നമ്പർ 1 എനിമി. ആ ഈഗോയെ മുഖത്ത് നോക്കി വിളിച്ചോളൂ, യു ആർ മൈ നമ്പർ 1 എനിമി. ഞാൻ എവിടേക്ക് എത്തിപ്പെടേണ്ട ആളായിരുന്നു. പക്ഷേ നീ അകത്ത് കയറിക്കൂടി ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇന്ന് ഞാൻ തിരിച്ചറിയുകയാണ്, നീ എന്റെ ശത്രുവാ. ശത്രുവിനെ എന്ത് ചെയ്യണം നമുക്കറിയാം അല്ലേ? വകവരുത്തണം. ഓളൈറ്റ്. അത് കാരണമാണല്ലോ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലം 3ആയി. ഇസ്രായേൽ പാലസ്തീൻ ഇതൊക്കെ നമുക്ക് അനുഭവങ്ങളുണ്ട്. അന്യോന്യം കൊന്നു തീർക്കാൻ വേണ്ടി നടക്കുക 2 കൂട്ടർ. ഓളൈറ്റ്. അപ്പോൾ ഈഗോയെ നശിപ്പിക്കണം. നമ്മൾ മറ്റു രാജ്യക്കാരെയോ മറ്റു നാട്ടുകാരെയോ വീട്ടുകാരെ കൊല്ലാൻ നടക്കുന്നവരല്ല. ടു മൈൻഡ് പ്ലസ്സുകാരൊക്കെ അകത്ത ശത്രുവിനെ നശിപ്പിക്കണം.
ഇതൊരു ഇൻഫ്ലേറ്റഡ് ബലൂണാണ് ഈഗോ. ഊതി വീർപ്പിച്ച ബലൂണാണ്. ഊതി വീർപ്പിച്ച ബലൂണിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഈ ഈഗോയെ ഒരു സൂചി എടുക്കുക, ഒരു കുത്തു കൊടുക്കുക, അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്ക്, ഇപ്പൊ തന്നെ അങ്ങ് പൊട്ടിച്ചേക്ക്. ഓക്കെ, ബേസ്റ്റ്. നാട്ടുകാർ പൊട്ടിക്കുന്നതിന് മുൻപ് നമുക്ക് സ്വയം ഒരു നീഡിലെടുത്ത് കുത്തിപ്പൊട്ടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇല്ലെങ്കിൽ നാട്ടുകാർ കുത്തിപ്പൊട്ടിക്കും, അത് തീർച്ചയായും. അതിന് മുൻപ് തന്നെ എന്ത് ചെയ്തേക്കുക? സ്വയം അങ്ങ് ഈ ജിയോ ഓരോ കുത്തം കൊടുത്തോളൂ, അങ്ങ് പൊട്ടിപ്പോട്ടെ. ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ബേസ്റ്റ് ഈഗോ. എന്നിട്ട് ഈഗോ എന്ത് ചെയ്യണം? പുട്ട് ഇറ്റ് വേർ ഇറ്റ് ഡിസേർവ്സ്. ഓരോന്നിനും അർഹിക്കുന്ന സ്ഥലമുണ്ട് അല്ലേ? ഈഗോ എവിടെയാ? ചവറ്റുകൊട്ടയിൽ ഇടേണ്ട സാധനമാണ്. ഇപ്പൊ തന്നെ ചുരുട്ടിക്കൂട്ടി അങ്ങ് ഇട്ടോളൂ, അങ്ങ് പോട്ടെ, കംപ്ലീറ്റ് അങ്ങ് പൊയ്ക്കോട്ടെ, ഒട്ടും വെക്കണ്ട. കാരണം ഇത്രയ്ക്കും വലിയ അപകടകാരിയാണ് ഈ ജിഒ. റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്താ? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. മൈൻഡ് പ്ലസിന്റെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. എന്റെ ജീവിതത്തിനും അർത്ഥമുണ്ട്, നിന്റെ ജീവിതത്തിനുമുണ്ട്. ഞാൻ ജനിച്ചത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ്, നീയും അങ്ങനെ തന്നെയാ. ഞാൻ ജനിച്ചത് സന്തോഷിക്കാനും വിജയിക്കുവാനുമാണ്, നീയും അങ്ങനെ തന്നെയാ. നീയും ഞാനും പല കാര്യങ്ങളിലും ഒരേപോലെ ആയിരിക്കില്ല, പക്ഷെ ഐ റെസ്പെക്ട് യു, ഐ ഹാവ് കൺസേൺ ഫോർ യു, ഐ ഇൻക്ലൂഡ് യു. മൈൻഡ് പ്ലസ് ഇത് മൂന്നുമുള്ള കമ്മ്യൂണിറ്റിയാണ്. റെസ്പെക്ട് ടുവേർഡ്സ് എവ്രി വൺ, കൺസേൺ ടുവേർഡ്സ് എവ്രി വൺ, ആൻഡ് വി ഇൻക്ലൂഡ് എവ്രി വൺ. നമുക്കിവിടെ ജാതിയില്ല, മതമില്ല, ആൺപെൺ വ്യത്യാസമില്ല, ഏത് സംസ്ഥാനക്കാര്, ഏത് രാജ്യക്കാര്, ഏത് ജോലി, ഏത് സാമ്പത്തികം, ഒരു കാര്യം ഒന്നുമില്ല. വി ഇൻക്ലൂഡ് എവ്രി വൺ, എവ്രി വൺ അൺകണ്ടീഷണലി. ആസ്ക് ഫോർ ഫീഡ്ബാക്ക്, ആസ്ക് ഫോർ ഹെൽപ്പ്. ഈഗോ നശിപ്പിക്കാനുള്ള ഒരു വലിയ ടെക്നിക്കാണ് ഹെൽപ്പ് ചോദിച്ച് മേടിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഹെൽപ്പ് ആവശ്യമില്ല, എന്നാലും ഹെൽപ്പ് ചോദിച്ചോളൂ. മറ്റുള്ളവർക്ക് ഫീലിംഗ് ഉണ്ടാകട്ടെ, ഞാനാണ് ഈ സാറിനെ ഹെൽപ്പ് ചെയ്തത്, ഞാനാണ് മാഡത്തെ ഹെൽപ്പ് ചെയ്തത്. ലെറ്റ് ദം ഹാവ് ദാറ്റ് ഫീലിംഗ്. ചോദിച്ചു മേടിക്കും. ഗെറ്റ് ദ ഹെൽപ്പ്. യുവർ ഫീഡ്ബാക്ക് മാച്ചസ് പറയണം. ഓക്കെ, പറഞ്ഞോളൂ, ഐ നീഡ് യുവർ ഫീഡ്ബാക്ക്, ആൻഡ് ലെറ്റ് പീപ്പിൾ ഗിവ് യു ഫീഡ്ബാക്ക്. സേ സോറി. സോറി പറയേണ്ട സ്ഥലങ്ങളിൽ സോറി പറയുക തന്നെ വേണം. ഐ ആം സോറി, ഐ ആം സോറി എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ എല്ലായിടത്തും സോറി പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല കേട്ടോ. സോറി പറയേണ്ട സമയത്ത് സോറി പറയുക തന്നെ ചെയ്യണം. അപ്രിഷിയേറ്റ് അതേഴ്സ്, ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുക, താങ്ക് യു പറയുക. പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എല്ലാ ക്രെഡിറ്റും നമ്മൾ എടുത്തുകൊണ്ട് പോകരുത്. ഗിവ് ഇറ്റ് ടു അതേഴ്സ്. യു ഡിഡ് ഇറ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. യു ഡിഡ് ഇറ്റ്, യു ഡിഡ് ഇറ്റ്, ആൻഡ് വി ഡിഡ് ഇറ്റ്. ഓക്കെ, യു ഡിഡ് ഇറ്റ്, വി ഡിഡ് ഇറ്റ്. ഐ ഡിഡ് ഇറ്റ് അല്ല, യു ഡിഡ് ഇറ്റ്, വി ഡിഡ് ഇറ്റ്. ഓക്കെ, ഐ മിനിമം മതി, പറ്റുമെങ്കിൽ പറയാതിരിക്കുക, അത് നല്ലത്. ഓക്കെ, വി. അപ്പോൾ ഈഗോ എന്ന വലിയ ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ബെറി യുവർ ഈഗോ. അതിനുവേണ്ടി ഒരു ശവപ്പെട്ടി മേടിച്ചുകൊണ്ടുവരിക, പത്തന് ഓർഡർ കൊടുത്തോളൂ, എത്തിക്കഴിഞ്ഞു, തുറന്നു വെച്ചോളൂ. എന്നിട്ട് ഈഗോയെ എന്ത് ചെയ്തോളൂ? പെട്ടിക്കകത്തങ്ങ് അടക്കിക്കോളൂ, ഇട്ടോളൂ. നന്നായി അടച്ചു പൂട്ടണല്ലേ ചാടിപ്പോരും. അത്രയ്ക്ക് സ്ട്രോങ് ആയി കക്ഷി. നന്നായിട്ട് ലോക്കൊക്കെ ഇട്ട്, പറ്റുമെങ്കിൽ ഒരു നൈലോൺ കയറ് കൊണ്ടൊന്ന് കെട്ടുന്നതും കൂടി നല്ലതാണ്. നന്നായിട്ട് കെട്ടി കുഴിയെടുക്കുമ്പോൾ ആഴത്തിലെടുത്തോണേ. 6 അടി പോരാ, പറ്റുമെങ്കിൽ 2 അടി കൂടി ആഴം കൂട്ടിക്കോളൂ. കാരണം പെറ്റ് തുറന്ന് കക്ഷി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മണ്ണിട്ട് മൂടിയ മാത്രം പോരാ, എന്തുകൂടി ചെയ്തോണം? ഒരു നല്ല പാറക്കല്ലൂടി എടുത്തു വെച്ചോളൂ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈഗോ. കച്ചിപ്പെട്ടിയും പൊട്ടിച്ച് മണ്ണും തുറന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വലിയ കല്ല് അതും കൂടി എടുത്ത് മുകളിൽ വെച്ച് അങ്ങ് അടക്കിക്കോളൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നൗ.